നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ്. കുനാഫ സാധാരണ ഉണ്ടാക്കുന്നത് ഒരു ഡോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഡോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കുനാഫ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുനാഫ എന്ന്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം സേമിയാണ്. അത് വറുത്തിട്ടുള്ള സേമിയാണ്. വറുക്കാത്ത സേമിയാണെങ്കിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത്, വറുത്തെടുക്കണം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സേമിയ എടുക്കുമ്പോൾ ഏറ്റവും നൈസായിട്ടുള്ള ടൈപ്പ് സേമിയ എടുക്കുന്നതാണ് നല്ലത്. അതാണ് കുനാഫയ്ക്ക് ടേസ്റ്റ്. അതിലേക്ക് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ആ പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ ഒന്ന് ചൂടാക്കാം. ഫില്ലിംഗ് നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചേർക്കാം. ഞാനിവിടെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. ഇതിന് പകരം നമുക്ക് പാല് ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് നമുക്ക് ഉണ്ടാക്കാം. പഞ്ചസാര മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് ആക്കി വെക്കണം, അല്ലെങ്കിൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് മൈദ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ട കൂടാതെ നന്നായി ഇളക്കി അത് യോജിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ തീ കുറച്ച് കൂടുതലാണെങ്കിലൊക്കെ ഇത് കട്ട പിടിച്ചു പോകും. അതേപോലെ ഒന്നിച്ച് ഫുള്ളായിട്ടിടാതെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. തീ എപ്പോഴും സ്ലോ ആക്കി വയ്ക്കുക. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കട്ട പിടിച്ചു പോകും. മൈദയൊക്കെ നന്നായിട്ട് കട്ടയൊക്കെ പോയി നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോഴും തീ കുറഞ്ഞ് തന്നെ ഇരിക്കണം, അങ്ങനെ തന്നെ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ തന്നെ വേണം ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഇതൊന്ന് കുറുകി വന്നൊരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അത് ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ തിക്ക് ക്രീമോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ഒരു 1/4 കപ്പ് കുക്കിംഗ് ക്രീമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത്. 1/4 തൊട്ട് അര വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. നമ്മുടെ സേമിയത്തിൻ്റെ അളവിനനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു മിക്സായിട്ട് കിട്ടും. ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് എടുക്കില്ലേ കുക്കറിൽ, അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പാത്രം വെച്ചിട്ട് അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൽ ഉപ്പ് വെച്ച് ഒരു ചെറിയൊരു ട്രേ പോലെ വെച്ച് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ അത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ബട്ടർ തടവിയെടുക്കുകയാണ്. നമ്മൾ ബട്ടർ തടവിയെടുത്തിട്ട് വേണം ഇത് സേമിയ അതിൽ നിരത്തണം. ഒരു ലെയർ സേമിയ അതിൽ നിരത്തണം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുക്കറിൽ വയ്ക്കുമ്പോൾ നമ്മൾ വിസിലിടാതെ വെച്ചാൽ മതിയെന്ന് മാത്രം. നമ്മൾ കുക്കറിൽ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അധികം ആൾക്കാരും കുക്കറിൽ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്താൽ മതി. സേമിയ ഒരു ലെയർ അടിയിൽ നിരത്തിയിട്ട് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് ഇടുന്നുണ്ട്. അത് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇടാം.
ഫില്ലിംഗ് ഒക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്. നമ്മളെ ഇഷ്ടത്തിനൊരു സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും ഫില്ലിംഗ് നമുക്ക് നിറയ്ക്കാം. ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, ഒരു ക്രീം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ ക്രീം നമ്മൾ അതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ട് നിരത്തി ശരിക്കും ഫില്ല് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫില്ലിംഗ് ഉണ്ടാക്കിയത്. നമ്മൾ എടുക്കുന്ന സേമിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 150 ഗ്രാം സേമിയ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുള്ള ഫില്ലിംഗ് മാത്രമാണ്, അതിനുള്ള അളവുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഫില്ലിംഗ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള സേമിയ കൂടെ അതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുക. സേമിയൻ്റെ മുകളിൽ നിരത്തി നമ്മൾ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവനിൽ വയ്ക്കാം. ഓവൻ ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പം സ്റ്റൗവിലാണ് വെക്കുന്നത്, പാത്രത്തിലാണ് വെക്കുന്നത് എങ്കിൽ പോലും ആ പാത്രവും ഒന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മളതൊന്ന് ചൂടാക്കി വെക്കണം. നമ്മൾ എന്ത് സാധനം ബേക്ക് ചെയ്യുമ്പോഴും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും ബേക്ക് ചെയ്യാൻ സാധനങ്ങൾ വെക്കുന്നത്. ഞാനത് ഓവനിലേക്ക് വെച്ചു. ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ വയ്ക്കാൻ. ഞാൻ 150 ഡിഗ്രിയിലാണ്, ഡബിൾ കോയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എൻ്റേത് ഇലക്ട്രിക് ഓവനാണ്, അപ്പോൾ ഡബിൾ കോയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഷുഗർ സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് തിളച്ച് വരുമല്ലോ. ആ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 2-3 തുള്ളി ചെറുനാരങ്ങ നീരും ഒരു 2-3 തുള്ളി റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കെടുത്തതൊരു ഒരു നൂൽ പരുവോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഷുഗർ സിറപ്പായിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചിട്ട് എടുക്കുക. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് പിസ്തയൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് പിസ്തയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചിട്ടാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. കാഷ്യൂനട്ട് പൊടിച്ച് അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു 10-25 മിനിറ്റ്, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കുനാഫ. അപ്പോൾ നമുക്ക് കുനാഫ ഉണ്ടാക്കാമല്ലോ എളുപ്പത്തിൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്